അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം നോമ്പ് മുറിക്കാൻ തുറക്കാൻ നാം ഉപയോഗിക്കുന്ന കാരക്കയെപ്പറ്റിയാണ്. അടുത്ത വിഷയം വെള്ളത്തിനെ പറ്റിയുമാണ്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അഫ്തറ അഹദുക്കും ഫൽയുഫ്തിർ അലാ തമർ ഫഇന്നഹു ബറക. നിങ്ങൾ നോമ്പ് മുറിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് കാരക്ക കൊണ്ട് ആകട്ടെ, അത് ബറക്കത്താണ് എന്ന് പറഞ്ഞു. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഫഇല്ലം യജിദ് തമറൻ ഫൽ മായി. ഇനി കാരക്ക കിട്ടിയില്ല എങ്കിൽ വെള്ളം കൊണ്ടാകണം. ഫഇന്നഹു തഹൂറുൻ, അത് ശുദ്ധിയാക്കുന്നതാണ് എന്ന് ഹദീസുണ്ട്. അപ്പോൾ ഈ റമദാനിൻ്റെ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സുകളെപ്പറ്റി, അതിൻ്റെ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി നമുക്ക് ഇനിയും ധാരാളം പറയാനുണ്ട്. എങ്കിലും ഇത് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണല്ലോ. നോമ്പ് മുറിക്കുന്ന തുടക്കത്തിൽ ഈ കാരക്ക ഈത്തപ്പഴത്തിന് തന്നെ വലിയ ഒരു പ്രത്യേകത ഉണ്ട്, വലിയ ഒരു പ്രാധാന്യം ഉണ്ട്. കാരക്കക്ക് അതിലും കൂടുതൽ. കാരണം ഈത്തപ്പഴം പഴുത്തതാണ്. അത് മരത്തിൽ തന്നെ ഉണങ്ങിയാൽ അത് പിന്നെ കാരക്കയാകുന്നു. ആ കാരക്കക്ക് ഈത്തപ്പഴത്തേക്കാൾ കൂടുതൽ എൻസൈമുകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ഈത്തപ്പഴത്തെ പറ്റി നബി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ 20 സ്ഥലത്ത്, വ്യത്യസ്ത സൂറത്തുകളിലായിട്ട് 20 സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ 266, അൻആമിൽ 99, അൻആം 141, റഅദ് 4, നഹൽ 11, നഹൽ 67, ബനി ഇസ്രായീൽ 91, അൽ കഹഫ് 32, മറിയം 23 മുതൽ 25 വരെ, 24, 25, താഹ 71, മുഅ്മിനൂൻ 19, ശുഅറ 148, യാസീൻ 34, കാഫ് 10, ഖമർ 20, റഹ്മാൻ 11, റഹ്മാൻ 68, ഹാഖ 7, അബസ് 29. ഇങ്ങനെ വ്യത്യസ്ത സൂറത്തുകളിലായിട്ട് അല്ലാഹു തആല ഈ ഈത്തപ്പഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് മതി. കാരണം അല്ലാഹു തആലയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഈത്തപ്പഴവും അതിനോടനുബന്ധിച്ച അതായത് അതിൻ്റെ മരങ്ങൾ, ഇങ്ങനെ അത് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇത്ര തവണ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിന് എത്ര പ്രത്യേകത ഉണ്ട് എന്ന്. കാരണം ഇത് ഖാലിഖാണ് നമ്മോട് പറയുന്നത്, സൃഷ്ടാവാണ് നമ്മോട് ഇത്രയും അധികം സ്ഥലത്ത് ഇതിനെപ്പറ്റി പറഞ്ഞത്. അതിൽ കാരക്ക ആകുമ്പോഴേക്ക് പിന്നെയും അതിന് ആരോഗ്യ ഫലങ്ങൾ കൂടുന്നുണ്ട്. ഫളായിലുൻ നഖ്ലതി വത്തുമൂരി ഫി സുന്നത്തിൻ നബവിയ്യ എന്ന് പറഞ്ഞ് ഡോക്ടർ നാദിർ സനൂസി അൽ ഇമ്രാനി എഴുതിയ ഒരു നല്ല ഗ്രന്ഥമുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ ഇതിനെപ്പറ്റി നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ, കാരക്കയുടെ പ്രത്യേകതകളെപ്പറ്റി, അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി, ആരോഗ്യ ഫലങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഈത്തപ്പഴത്തെപ്പറ്റി അനേകം ഹദീസുകളും ഉണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൈത്തും ലാ തംറ ഫീഹി ജിയാഉൻ നഹ്ലുഹു എന്ന്.
കാരക്കയില്ലാത്ത ഈത്തപ്പഴം ഇല്ലാത്ത വീട്, ആ വീട് പട്ടിണിയാണ്. അതിൻ്റെ അർത്ഥം ശാസ്ത്രജ്ഞർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഈത്തപ്പഴം ഉണ്ടെങ്കിൽ, കാരക്കയാണെങ്കിൽ അതിലും ബെറ്ററാണ്, ഈത്തപ്പഴം ഒരു ഗ്ലാസ് പാലും ഉണ്ടെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി അവന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പട്ടിണിയാകൂല എന്ന് പറഞ്ഞാൽ അവനിക്ക് ജീവിക്കാൻ പറ്റും. ഈ ഈത്തപ്പഴത്തിന്, കാരക്കക്ക് ഇതിനെപ്പറ്റി വലിയ പഠനങ്ങൾ അനേകം നടന്നിട്ടുണ്ട്. അതിൽ അടങ്ങിയ ഘടകങ്ങൾ, കോണ്ടന്റുകൾ വളരെ വലുതാണ്. അതായത് ഗ്ലൂക്കോസ്, ഷുഗർ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ B2, B3, B12, കാൽസ്യം, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, സൾഫർ, സോഡിയം, മെഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക്, ഫ്ലോറിൻ, കോപ്പർ, മാംഗനീസ്, സെല്ലുലോസ്, ഫ്രക്ടോസ്, ബയോട്ടിൻ, അമിനോ ആസിഡ്സ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, വാട്ടർ, ഫാറ്റ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ, വ്യത്യസ്തമായ ആരോഗ്യങ്ങളാണ് ഈ ഓരോ ഘടകങ്ങളിലും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കഴിച്ചാൽ പിന്നെ നമുക്ക് കൂടുതലൊന്നും നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അത് നമ്മുടെ രക്തത്തിൻ്റെ ചുവന്ന കണങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അത് കഴിച്ചാൽ അത് കൂടുതലുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ അകത്തുള്ള മജ്ജകളെ അതും നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടി, അതിൻ്റെ ഫോർമേഷന് വേണ്ടി ഈത്തപ്പഴം നല്ലതാണ്. ഹിമോഗ്ലോബിനും അതിൻ്റെ തോതിൽ തന്നെ ഈത്തപ്പഴം കഴിച്ചവർക്ക് ഉണ്ടാകും. അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് രക്തക്കുറവിൻ്റെ ഒരവസ്ഥ വരികയില്ല. ഇന്ന് കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ശാസ്ത്രജ്ഞർ പറയുന്നത് സ്ത്രീകൾക്ക് വളരെ കുറവാണ് രക്തത്തിൻ്റെ അംശങ്ങൾ, അതായത് അതിൻ്റെ അളവ്, തോത്. അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുന്ന നാട്ടിൽ അവർക്ക് അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഈത്തപ്പഴം അത് നാം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നു. ശാസ്ത്രജ്ഞർ പറഞ്ഞത്, ബ്രിൻഹിംഗാം സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞര പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ കഴിക്കുന്നവർക്ക്, നോമ്പ് തുറക്കുമ്പോഴേക്ക് ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അതുവരെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ട ആ എനർജി അവർക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ തിബ്ബുൻ നബവി എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ പറയുന്നത്, അത് നമ്മുടെ ലിവർ, കരളിനെ ശക്തിപ്പെടുത്താൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റമദാനിൽ ഇത് പറയേണ്ടതല്ല എങ്കിലും നമ്മുടെ ഈ ലൈംഗിക ബന്ധത്തിന് ആക്കം കൂട്ടാൻ, ശക്തി പകരാൻ വളരെ നല്ലതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കിട്ട അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മൂത്രം, യൂരിൻ നേരെ പോകാനും അത് തുള്ളി തുള്ളിയായി പോകാതിരിക്കാനും നേരെ പോകാനും അതിലൊരു തടസ്സം ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ്. ലൈംഗികത്തിനുള്ള ആഗ്രഹങ്ങൾക്കും വളരെ നല്ലതാണ്. ഈത്തപ്പഴത്തിന് അതിൻ്റെ പ്രത്യേകതകളൊക്കെ മാത്രം പറഞ്ഞാലും എത്രയോ ദിവസം പറയാനുണ്ട്. ഒരു ഇന്തോനേഷ്യക്കാരിയായ ഡോക്ടർ റീത്ത പറഞ്ഞിരിക്കുന്നത്, ഡ്രൈ ഡേറ്റ്, ഈ കാരക്ക അത് വളരെ ഗുഡ്, വളരെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ്. നമ്മുടെ ഈ ബ്ലഡിൻ്റെ pH ലെവല്, രക്തത്തിൻ്റെ pH ലെവല് ഈ നോമ്പ് മാസത്തിൽ പകല് ചിലപ്പോൾ കുറയും. കാരണം തീരെ വെള്ളം കുടിക്കാതെ, ആഹാരങ്ങളൊന്നും പോകാതെ, നാം അങ്ങനെ ഒന്നും അകത്ത് കടക്കാതെ നിൽക്കുന്ന ഈ സമയത്ത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും
ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ ആ തനതായ തോതിൽ തന്നെ pH ലെവൽ വരും എന്ന് മാത്രമല്ല, കൊഴുപ്പ് കുറയും, വെയിറ്റ് കുറയും, നമ്മുടെ ബോഡി സ്ലിം ആകും, ഒരു നേർത്ത ബോഡി ആകും എന്ന് മാത്രമല്ല, ക്യാൻസറുകളെ വരെ ഈത്തപ്പഴം തടയുന്നു. നമ്മുടെ കാലിൻ്റെ എല്ലിന് വളരെ നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ചക്ക് നല്ലതാണ്, നമ്മുടെ കാതിൻ്റെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. തൈറോയിഡിൻ്റെ ആക്ടിവിറ്റികളെ അത് കുറക്കും. അതായത് ഹൈപ്പർ തൈറോയിഡ് ആണ്, തൈറോയിഡിസം അത് കൂടുതലാണ് എങ്കിൽ അത് കുറക്കും. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈത്തപ്പഴത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനായി പറഞ്ഞാൽ റമദാൻ മാസം മുഴുവനും അത് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ റമദാൻ മാസത്തിന്റെ ബെനിഫിറ്റ്സുകളെ പറ്റി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹു തആല അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ വെള്ളത്തിനെ പറ്റിയും സംസാരിക്കാനുണ്ട്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ, കാരക്ക ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നന്നായി കേൾക്കണം, അതിനെ നന്നായി കേട്ട് അതിനെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണം. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുവാനും ജനങ്ങളുടെ ഇടയിൽ നല്ലത് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.